എന്നാലും സഹോദരൻ വന്നിട്ട് പറഞ്ഞു 1,80,00,000 കടമുണ്ട്. ഞാൻ ആകെ അന്തം വിട്ടുപോയി. 1,80,00,000 കടം. അവനോട് അവൻ പറഞ്ഞു, ഉസ്താദ് ഇതൊക്കെ എങ്ങനെ വീടാന്ന് എനിക്കറിയില്ല. ഞാനും സംശയിച്ചു പോയി, ഇതൊക്കെ ഇനി എങ്ങനെ വീട് പഠിച്ചോനെ. ആ സംശയം കൊണ്ട് മാറിയത് ഈ കഴിഞ്ഞ റമദാനില്ല. എല്ലാവരും സംശയം മാറിയില്ലേ റമദാനോടുകൂടെ? എല്ലാവരും സംശയം നമ്മളിങ്ങനെ വിചാരിക്കുവാനി ഈ കടക്ക് എങ്ങനെയാണ് പഠിച്ചോനെ വീടുകയെന്ന്. ആ സംശയം തീർന്നില്ലേ? അബ്ദുറഹീം എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരന് 1.5 കോടി റിയാൽ വേണമെന്ന് സൗദി വിധിച്ചപ്പോൾ, ഇതാത് ഇന്ത്യൻ റുപ്പീസ് 34 കോടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനടക്കം ചിന്തിച്ചു, എങ്ങനെയാണ് പഠിച്ചോൻ ഈ 34 കോടി ഉണ്ടാക്കുക. ആ 10 മാസം ഗർഭം ചുമന്ന് വേദനയോടെ പ്രസവിച്ച അമ്മച്ചുണ്ടല്ലോ, 18 കൊല്ലം പടിഞ്ഞാറ്റിങ്ങനെ നോക്കി നിന്നിട്ട് പഠിച്ചോൻ എൻ്റെ കുട്ടിയെപ്പോഴാണ് വരിക എന്നിങ്ങനെ ചിന്തിച്ച് നിന്ന ആ ഉമ്മ വഴക്കാട്ട് വന്നിരുന്നു. ആ ഉമ്മ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് കരഞ്ഞിട്ടാണ് ആ ഉമ്മയുടെ കൂടെയുള്ള ആളുകൾ പറയുന്നു, ഉസ്താദെ 18 കൊല്ലമായി ഈ ഉമ്മ ഒന്ന് ചിരിച്ചിട്ട്. ആ ഉമ്മ അന്തിപ്പാതിര നേരത്ത് പഠിച്ചോനെ എൻ്റെ കുട്ടീനെ പുറത്തിറക്കാൻ 34 കോടി വിധിച്ച് ഇജ്ജ് തരണം റബ്ബേ എന്നടി ചോദിച്ചപ്പോൾ കൊടുത്തില്ലേ പഠിച്ചോൻ, തന്നില്ലേ പഠിച്ചോൻ. അവസാനം അതെങ്ങനെ നിർത്തിയത്? മതി ഇനി ഇങ്ങോട്ട് ഇടല്ലേ, ഇനി ഇങ്ങോട്ട് അയക്കല്ലേ, മതി സ്റ്റോപ്പ്, നിർത്തണ്. 34 കോടി പഠിച്ചോനോട് കൊടുത്തില്ലേ ആ ഉമ്മാൻ്റെ ദുആ. അവിടെ നമ്മൾ പഠിച്ചോൻ നമ്മൾ മനസ്സിലാക്കേണ്ട, പഠിച്ചോനോട് ചോദിച്ചാൽ പഠിച്ചോൻ തരും. ചിലപ്പോൾ ഒരു അരക്കൊല്ലം കാത്തുക്കേണ്ടി വരും, അതിനൊരു ഹൈറുണ്ടാവും. ചോദ്യത്തിന് അവസാനിപ്പിക്കരുത്, തരുണവരെ ചോദിക്കന്നെ, പഠിച്ചോൻ തരും. ആ ഉമ്മയുടെ പ്രാർത്ഥന 18 കൊല്ലം നീണ്ടു നിന്നു. ആ ഉമ്മ കൈവിടാതെ എൻ്റെ റബ്ബെന്നെ കൈവെടിയുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഉമ്മ പ്രാർത്ഥനയിൽ കഴിഞ്ഞു. ആ ഉമ്മയുടെ മകനെ അള്ളാഹു രക്ഷപ്പെടുത്തി. അത് നമുക്കൊരു മാതൃകയാണ്. പഠിച്ചവനോട് പറയുന്നേ, കടം വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, കുടുംബത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്നവർ. ഒരു പ്രാവശ്യം നമ്മളൊരു ദുആയിൽ ഇപ്പോഴും നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും. 2 കൊല്ലം മുമ്പ് അവിടെ മജ്ലിസിൽ വന്ന് ഒരു ഭാര്യയും ഭർത്താവും മക്കളില്ലാതെ വർഷങ്ങളോളായിട്ട് മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം പെണ്ണുങ്ങൾ അടുക്കളയിൽ നിന്നിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ സഹോദരി ഇങ്ങനെ അടുക്കളയ്ക്ക് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുകയാണ്. സഹോദരി ഇങ്ങനെ വന്നു നോക്കുന്ന സമയത്തിൽ ഈ സഹോദരൻ ചെയ്യുന്ന പണി എന്താണെന്ന് പറയുക, ഉക്കിൻ്റെ മുകളിൽ ഒരു കയറിങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലുണ്ട് ശീല വെച്ച് ഒരു തൽക്കണി പോലത്തെ ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിങ്ങനെ ആട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു. സഹോദരി പറയാണ്, ഞാൻ എൻ്റെ കാക്കനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്താ കാക്ക ചെയ്യണേ? അപ്പോൾ ഈ സഹോദരൻ അവളോട് പറഞ്ഞു, അല്ലേ നമ്മളെത്ര ഇപ്പോൾ പഠിച്ചോട് ചോദിക്കണേ, ഒരു വട്ടം പഠിച്ചു നമുക്ക് തന്നില്ലല്ലോ, ഞാൻ ഇങ്ങനെങ്കിലും ഒന്ന് ആസ്വദിച്ചോട്ടടി എന്ന് പറഞ്ഞ് 2 പേരും പൊട്ടിക്കരഞ്ഞ് പിറ്റേ നൈറ്റുങ്ങൾ വായക്കാട് വന്നിരുന്നു. ആ വായക്കാട്ട് വന്ന കുടുംബം ഈ അടുത്ത കാലത്ത് ഞാൻ അവരെ കാണുകയും അവരവിടെ സിയാറത്തിന് വരികയും ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞു പൈതലിനെയുമായി, അള്ള കൊടുത്ത ഒരു കുട്ടിയെയുമായി. പടച്ചോൻ തരാൻ വിചാരിച്ച അള്ള തരും. അള്ളാനോട് ചോദിക്കണം എന്നേ ഉള്ളൂ. ചോദ്യത്തിൽ നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കരുത്. ചോദിക്കന്നെ റബ്ബ് തരും. ഒരിക്കലും ബേജാറാണ്ടാവും തൂമിനിങ്ങളെ. നമ്മളോട് പഠിച്ചോൻ ചോദിക്കാനാണ് പറഞ്ഞത്. പഠിച്ചോൻ പറയുന്നത് നിങ്ങളിനോട് ചോദിച്ചോളൂ ഞാൻ തരാം. നമ്മൾ ചെറിയത് അതിനൊരു ഉദാഹരണമല്ലേ? മക്കളില്ലാഞ്ഞിട്ട് എത്ര ആ ചെറിയത് ഉദാഹരണമാണ്. 5 ഇപ്പം എത്ര മക്കളായി? 5 എത്ര മക്കളായി? 4 മക്കളെ പഠിച്ചോൻ കൊടുത്തില്ലേ? ചോദ്യം നമ്മൾ കുറക്കണ്ട, ചോദിക്കന്നെ. പഠിച്ചോൻ സലാമത്ത് നൽകട്ടെ. അതുപോലെ തന്നെ വേറൊരു ഉമ്മ ഇന്ന് വായക്കാട് രാവിലെ തന്നെ വന്നിരുന്നു. ആ ഉമ്മയുടെ മലദ്വാരത്തിന് ക്യാൻസറാണ്. ആ ഉമ്മ പറയണം, ഉസ്താദേ എനിക്കൊന്നൊറ്റക്ക് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞോളൂ. ആ ഉമ്മ പെണ്ണുങ്ങളൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി, ഉസ്താദേ ഞാൻ ചെറിയ മക്കളിടുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, എന്താ പറയല്, പാമ്പേഴ്സ് ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്.
രക്തം ഇങ്ങനെ വരികയാണ്. വേദന കൊണ്ട് ഇരിക്കാനും പറ്റണില്ല, കിടക്കാനും പറ്റണില്ല. മര്യാദയ്ക്ക് ഒരാളോട് സംസാരിക്കാൻ പോലും തോന്നണില്ല ഉസ്താദ്, കുത്തിപ്പറിക്കാണ്. അള്ളാഹു ആ ഉമ്മയുടെ രോഗം പൂർണ്ണമായിട്ടും അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ. പൂർണ്ണ ആഫിയത്തുള്ള ആരോഗ്യം അള്ളാഹു കൊടുക്കട്ടെ. വേറൊരു സഹോദരി, ആ സഹോദരിയുടെ തലയുടെ ബാക്കിലൊരു മുഴയുണ്ട്, അത് ക്യാൻസറാണ് പോലും. നഊദു ബില്ലാഹ്. ആ സഹോദരിയുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗത്തിനും അള്ളാഹുവിനെ പൂർണ്ണ ശിഫ കൊടുക്കണം. അങ്ങനെ എത്ര രോഗികൾ നമ്മുടെ ഈ മജ്ലിസിൽ, എത്ര രോഗികളുണ്ട്. കൈകാലുകൾ വേദനയും കടച്ചിലും തരിപ്പുമുള്ളവർ, വയറിന് അസഹ്യമായ വേദനയുള്ളവർ, അതുപോലെ തന്നെ തലവേദനയും ബ്രെയിൻ ട്യൂമറും അവസ്മാര രോഗവും ബോധക്ഷയ രോഗവുമുള്ളവർ, ഇങ്ങനെ തുടങ്ങി പലരും ഈ മജ്ലിസിലും എത്രയോ പേരുണ്ട് എനിക്കറിയാം. രോഗികളായ ആളുകൾ, കൈകാലുകൾ കടച്ചിലും വേദനയൊക്കെ തരിപ്പൊക്കെ എല്ലാവരുടെയും. മുയാപ്പാലം അബ്ദുൽ കരീം എന്നവർ കിണറ്റിൽ വീണ് മെഡിക്കൽ കോളേജ് ഐസിയിലാണ്. പഠിച്ചോനെ നീ ഷിഫ കൊടുക്കണേ അല്ലാ, നീ ഷിഫ കൊടുക്കണേ റബ്ബേ, നീ ഷിഫ കൊടുക്കണേ റബ്ബേ. ഇങ്ങനെ ഓരോരുത്തരും പ്രയാസത്തിലാണ്. ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുത്തൂമിനിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്നറിയോ? മുത്തൂമിനിങ്ങൾ എന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ രോഗത്തിനൊരു ശമനം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ബേജാറാവണ്ട, പ്രയാസം തീരും, വിഷമം തീരും. അള്ളയാണല്ലോ വലിയോൻ, അള്ളാനെക്കാട്ടും വലിയൊരാളില്ലല്ലോ. അപ്പോൾ അത് ചെറിയതിൻ്റെ ചേട്ടൻ ഇവിടെ ഉണ്ട്, അതിനെന്തൊക്കെയോ രോഗം ഉണ്ടായിരുന്നു. പടച്ചോനാ വലിയോൻ. സാരമില്ല, നമ്മുടെ രോഗം പടച്ചോൻ മാറ്റിത്തരും, പടച്ചോൻ മാറ്റിത്തരും. പടച്ചോനോട് പറയുന്നേ, കടം വീടും, വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, കുടുംബത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്നവർ, നമ്മുടെ വിഷമങ്ങളും വേവലാദികളും റബ്ബിനോടൊന്ന് പറഞ്ഞോളൂ, നേരിട്ട് പറയൂ. അല്ലാ, എൻ്റെ ഈ വിഷമം നീ നീക്കിത്തരണം റബ്ബേ, എൻ്റെ പ്രയാസം നീക്കിത്തരണം അല്ലാ, എൻ്റെ മനസ്സിലുള്ള ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി തരണം അല്ലാ എന്ന് പറയും. അള്ളാഹു നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി തരട്ടെ.